ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ S. വിജയകുമാർ. തൃശൂർ വടക്കാഞ്ചേരിയിൽ കൂറുമാറ്റത്തിന് CPIM 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തെന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്രന്റെ വെളിപ്പെടുത്തൽ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ കോഴ വാഗ്ദാനം ലഭിച്ചെന്ന് ലീഗ് സ്വതന്ത്രൻ EU ജാഫർ പറയുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. വോട്ടെടുപ്പിന് ശേഷം അംഗത്വം രാജിവെച്ച് മുങ്ങിയ EU ജാഫർ ഇന്ന് 24-ലൂടെ വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. സുഹൃത്തിനോട് തമാശയായി പറഞ്ഞത് എന്നാണ് ജാഫറിന്റെ മലക്കം മറിച്ചിൽ. കോൺഗ്രസിന്റെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. LDF-നും UDF-നും 7 അംഗങ്ങൾ വീതമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ കൂറുമാറി LDF-നാണ് വോട്ട് ചെയ്തത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതിലൂടെ ഭരണം LDF-ന് ലഭിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തലേന്ന് EU ജാഫർ വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയോട് നടത്തിയ സംഭാഷണമാണ് CPM-ന് കുരുക്കായത്. 2 ഓപ്ഷൻ CPIM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ 50 ലക്ഷം പണം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് തന്റെ തീരുമാനമെന്ന് EU ജാഫർ പറയുന്നു. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത്. 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞളിക്കും. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാൽ മതി. വോട്ടെടുപ്പിന് അടുത്ത ദിവസം 31 വോട്ടിന് തളി ഡിവിഷനിൽ നിന്ന് ജയിച്ച EU ജാഫർ അംഗത്വം രാജിവെച്ച് മുങ്ങി. ദിവസങ്ങൾക്ക് ശേഷം കോഴ വിവാദത്തിൽ 24-ലൂടെ പ്രതികരണവുമായി EU ജാഫർ രംഗത്ത്. സംഭാഷണത്തിലുള്ളത് തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളെന്നാണ് ജാഫറിന്റെ വാദം. CPM-കാർ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ലെന്നും പ്രതികരണം. ഞാൻ സ്വാഭാവികമായിട്ടും മുസ്തഫാനായിട്ട് മുന്നും ഇതുപോലെ പല സംസാരങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം മണ്ഡലം പ്രസിഡന്റാണ്. ഞാൻ ആളെയാണ് വിളിച്ച് സംസാരിച്ചത്. കാരണം ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ കാശ് വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ ഞാനത് ലൈവിൽ എനിക്ക് അദ്ദേഹത്തെ വിളിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഞാനത് വെറുതെ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല. LDF-ന് അനുകൂലമായി വോട്ട് ചെയ്തത് അബദ്ധത്തിൽ സംഭവിച്ചത്. അതിനാലാണ് അംഗത്വം രാജിവെച്ചതെന്നും ജാഫറിന്റെ വിശദീകരണം. സംഭവത്തിൽ CPM-നെ വിമർശിച്ച UDF നേതാക്കൾ ഇതിനകത്ത് വളരെ കൃത്യമായും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയും അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ഇവരാണ് ഒരു എരുമപ്പെട്ടി കേന്ദ്രീകരിച്ചുള്ള സ്കൂളിൽ വെച്ച് ഇതിന്റെ ഓപ്പറേഷൻ നടന്നും പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അതിന്റെ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നടപടി തെറ്റാണ്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും വിളിച്ചത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ആരോപണം ശുദ്ധ അസംബന്ധമെന്ന CPM ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള കുതിരക്കച്ചവടവും വോട്ട് വാങ്ങലും ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇതിനിടെ EU ജാഫറിന് CPIM സംരക്ഷണം ഉറപ്പു നൽകുന്ന ശബ്ദ സംഭാഷണം പുറത്തുവന്നു. UDF പ്രവർത്തകർ ജാഫറിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനിരിക്കെയാണ് CPIM-ന്റെ ഉറപ്പ്. 24 തൃശൂർ. അതേസമയം കോഴ ആരോപണം ഉയർന്ന വടക്കാഞ്ചേരിയിൽ ഒരു അവസരവാദ നിലപാടും LDF സ്വീകരിച്ചിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെയെങ്കിലും ചാക്കിട്ട് പിടിക്കാൻ LDF ഇല്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നായിരുന്നു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡൻ്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIM-നില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. വരട്ടെ. ഞങ്ങൾക്ക് ഈ 50 ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് എല്ലാവരും പറയും. ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെങ്കിൽ ഇന്ത്യയിൽ പിന്നിൽ പ്രശ്നമുള്ളൂ. നിങ്ങൾ പലരും എടുക്കുന്ന നിലപാടല്ലല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. ആ നിലപാടാണ് സ്വീകരിച്ചത്. ഇനിയും ഏതെങ്കിലും രീതിയിൽ അവിടെ അത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിപ്പോൾ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു. UDF-ലെ ഒരു അംഗത്തെ സ്വാധീനിക്കാൻ 50 ലക്ഷം രൂപയാണ്. ആളെ പുറത്ത് കളഞ്ഞു. ആളപ്പുറത്ത് വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ കൊടുത്തിട്ട്. ഇത് തന്നെയാണ് മറ്റത്തൂരിൽ നടന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക, എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ BJP രീതിയിൽ പരിശ്രമിക്കുക. CPM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. വിദ്വേഷ പരാമർശങ്ങളിൽ ഉറച്ചും മുസ്ലിം ലീഗിനെ വീണ്ടും കടന്നാക്രമിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മറ്റൊരു മാറാട് കലാപം സൃഷ്ടിക്കാൻ ലീഗിന് ദുഷ്ടലാക്ക് എന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിച്ചു.
പതിവ് പോലെ കടുത്ത വർഗീയ അധിക്ഷേപ പരാമർശങ്ങൾ നിറഞ്ഞതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനം. മുസ്ലിം ലീഗിനെതിരെ കടന്നാക്രമണം. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ് സമുദായത്തിന് എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. LDF സർക്കാരിന്റെ കാലത്ത് സമുദായത്തിന് എന്ത് കിട്ടിയെന്ന ചോദ്യത്തോടെ ഒഴിഞ്ഞുമാറി. ഈ LDF സർക്കാരിനകത്ത് എന്ത് കിട്ടി? നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. മാധ്യമപ്രവർത്തകന്റെ സ്വദേശവും രാഷ്ട്രീയവും എടുത്തുപറഞ്ഞ് വിമർശനം. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹീം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞേച്ചതാണ്. ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിലൊരു പ്രതിനിധി അവരെത്തുന്നവർ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ? അതിൻ്റേതൊരു മര്യാദയും വേണ്ടേ എന്നോട് സംസാരിക്കാൻ. താൻ പിണറായി വിജയന്റെ ജിഹ്വയല്ലെന്നും പ്രശ്നാധിഷ്ഠിത പിന്തുണ മാത്രമാണ് നൽകുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വിവാദ പ്രസ്താവനകളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വാർത്താസമ്മേളനം പാതി വഴിയിൽ ഉപേക്ഷിച്ച വെള്ളാപ്പള്ളി മടങ്ങി. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ, പറഞ്ഞതിൽ നിന്നും മറന്നില്ല. 24 ആലപ്പുഴ. വിദ്വേഷ പരാമർശങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ ഉറച്ചു നിൽക്കുമ്പോഴും വെള്ളാപ്പള്ളി വർഗീയവാദിയല്ല എന്ന നിലപാടിലാണ് CPIM. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അയാൾ വർഗീയവാദിയാകുമോ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ നാവെന്ന് കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIക്കെതിരെയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നും മറുപടി പറഞ്ഞു. ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ വർഗീയവാദിയാവുമോ? നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിലല്ലേ നോക്കാം. വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല. ചില ആളുകളെ കൊണ്ട്, ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. CPI നേതാവിനെ ചതിയൻ ചന്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. LDFനോ അത് ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. SNDPയുടെ സെക്രട്ടറി സ്ഥാനം അവിടെ ആരിരുന്നാലും ഓർമ്മ വേണം, ആ കസേര ഒരുപാട് വലിയ മനുഷ്യർ ഇരുന്ന കസേരയാണ്. മലപ്പുറം മയിലാടിയിൽ ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണയ്ക്കാൻ ശ്രമം നടത്തുകയാണ്. ഇപ്പോഴും ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും തീ വിഴുങ്ങിയ അവസ്ഥയിലായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വലിയ പുക ഉയരുന്നുണ്ട്. നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ അഗ്നിബാധ? വിജയകുമാർ, ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും തീ കെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ തീ പിടിച്ചതിനെ തുടർന്ന് ചെരുപ്പ് നിർമ്മാണ ഫാക്ടറി പൂർണ്ണമായും നിലംപതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനടിയിൽ നമ്മൾ ഈ നിലംപതിച്ചിരിക്കുന്ന ഈ ഷീറ്റിന്റെ അടിയിൽ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 യൂണിറ്റുകളാണ് ഇപ്പോൾ ഒരേ സമയം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്നുള്ള യൂണിറ്റ് ഉൾപ്പെടെയുള്ള യൂണിറ്റുകളോട് ഉടനടി തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കാരണം ഇത് വ്യവസായ സ്ഥാപനങ്ങളാണ്, വ്യവസായ കേന്ദ്രമാണ്. ഒരു ചെരുപ്പ് നിർമ്മാണ യൂണിറ്റിലാണ് തീ പിടിച്ചതെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്റ്റീൽ ഫാക്ടറി ഉണ്ട്. അങ്ങോട്ടേക്ക് തീ പടരാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കെടുത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളെയും കൂടുതൽ മെഷീനറികളെയും ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂർ, ഏകദേശം 11:30 ഇത്തരത്തിലൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായത്. എങ്ങനെയാണ് തീ പിടിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യം വ്യക്തമല്ല. ഏകദേശം 80ഓളം ആളുകൾ, 80ഓളം ജീവനക്കാരുകൾ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവർക്കാർക്കും യാതൊരു തരത്തിലുള്ള അപകടങ്ങളും പറ്റിയിട്ടില്ല. ഇപ്പോൾ JCB, മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ളവയുടെ സഹായം തേടുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. വലിയ അളവിൽ ഇപ്പോഴും പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശക്തമായ രീതിയിൽ കാറ്റ് ഇവിടെ വീശിയിരുന്നു. അതിനാൽ തന്നെ തീ കെടുത്താനുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പക്ഷേ തീ കെടുത്താൻ വേണ്ടി സാധിച്ചില്ല. കാരണം വലിയ നീളത്തിലും വലിയ വ്യാപ്തിയിലുമുള്ള ഒരു നിർമ്മാണ യൂണിറ്റാണ്. ഇപ്പോൾ ആ ടാർപോളിൻ ഷീറ്റുകളൊക്കെ മാറ്റി അതിനകത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ചെരുപ്പ് നിർമ്മാണ യൂണിറ്റ് പൂർണ്ണമായി നിലംപതിച്ചെങ്കിലും ഇതിനുള്ളിൽ ഈ നിലംപതിച്ചാൽ തന്നെ ഇതിന്റെ മുകളിൽ കൂടി വെള്ളം അതിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ ആ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സൈഡ് മറകളൊക്കെ പൊളിച്ചു മാറ്റിയതിനു ശേഷം അങ്ങോട്ടേക്ക് വെള്ളം ഒഴിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പുക മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എങ്കിൽ കൂടിയും ഇതിനകത്ത് ഇപ്പോഴും ഈ ചെരുപ്പ് നിർമ്മാണ യൂണിറ്റിനകത്ത് ഇപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് തീ കത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ നീളത്തിലുള്ള വലിയ വ്യാപ്തിയിലുള്ള ഒരു കെട്ടിടമാണ്. അതിനാൽ തന്നെ തീ കെടുത്താനുള്ള ശ്രമം കൂടുതൽ സമയം എടുക്കേണ്ടതായിട്ട് വരും, കൂടുതൽ എക്യുപ്മെന്റ്സുകളുടെ സഹായം തേടേണ്ടതായിട്ട് വരും. അതിനാൽ തന്നെ അത്തരം ഫയർ യൂണിറ്റുകളൊക്കെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. അവർ ഓൺ ദ വേ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എയർപോർട്ട് യൂണിറ്റ് ഉൾപ്പെടെയുള്ളവയോട് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായ ഒരു തടസ്സം നേരത്തെ നേരിട്ടിരുന്നത് ഈ ചെരുപ്പ് നിർമ്മാണ യൂണിറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റീൽ ഫാക്ടറിയിലേക്ക് തീ വലിയ രീതിയിൽ വലിയ ശക്തമായി പടരുന്നുണ്ടായിരുന്നു. അത് കെടുത്താനുള്ള ശ്രമം നടത്തുന്നതിനാൽ തന്നെ ഈ ചെരുപ്പ് നിർമ്മാണ യൂണിറ്റിനകത്തുണ്ടായിരുന്ന തീ കെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എപ്പോൾ ആ ഭാഗത്തുള്ള അതായത് സ്റ്റീൽ ഫാക്ടറിയിലേക്ക് പടരുമായിരുന്ന തീയെ ഏകദേശം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിക്കകത്ത് ഇപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ അളവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനാണ് ഈ JCB. ശരി ഗോകുൽ, എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും തീ ആളൽ അവിടെ ഇല്ല. കുറെയൊക്കെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. അടുത്ത മണിക്കൂറിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. മന്നം ജയന്തി സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വേദിയിൽ ഇടം നൽകാതെ NSSന്റെ സമദൂര നിലപാട് പ്രഖ്യാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണെന്നും ശബരിമലയിൽ സ്വീകരിച്ചത് ശരിദൂരമെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. മന്നം ജയന്തി സമ്മേളനത്തിന് മുമ്പ് മുഖ്യാതിഥിയായി പങ്കെടുത്തവർക്ക് മന്നം എന്നുപോലും പറയാൻ അറിയില്ലായിരുന്നുവെന്ന് G. സുകുമാരൻ നായരുടെ കുറ്റപ്പെടുത്തൽ. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഈ വർഷം മന്നം ജയന്തി സമ്മേളനത്തിൽ NSS സ്വീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്നതിനാൽ സമദൂരം വെടിയുമോ എന്നാണ് രാഷ്ട്രീയ നേതാക്കൾ ഉറ്റുനോക്കിയത്. എന്നാൽ രാഷ്ട്രീയ നേതാക്കളെ മുഖ്യാതിഥിയാക്കാതെയാണ് ഇത്തവണ മന്നം ജയന്തി സമ്മേളനം. NSS രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്നും മുൻപ് അതിഥിയാക്കിയവർക്ക് മന്നം എന്ന് പറയാൻ പോലും അറിയില്ലായിരുന്നുവെന്നും G. സുകുമാരൻ നായർ. പക്ഷേ ഈ യോഗം ഒരു രാഷ്ട്രീയ യോഗമല്ല. സ്ഥാനമാനങ്ങൾ നോക്കി ഓരോ കാലത്തും ഉള്ളതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ പോയാൽ, പക്ഷെ അവർ വന്നേച്ച് നമ്മളോട് പറയുന്നത് മന്നം എന്നുള്ളതിന് പകരം മന്നം എന്നാണ്. രാഷ്ട്രീയ നിലപാടും സുകുമാരൻ നായർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെ തുടരും. ശബരിമലയിൽ മാത്രമാണ് ശരിദൂരം. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സമദൂരം തന്നെയാണ്. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ് ആണ് ഇത്തവണ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി KB ഗണേഷ് കുമാർ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും മന്നം ജയന്തി സമ്മേളനത്തിനെത്തി. സ്വർണ്ണക്കൊള്ള വിവാദം ആളിക്കത്തി നിൽക്കുമ്പോഴും സർക്കാരിനെ വിമർശിക്കാൻ സുകുമാരൻ നായരും NSSും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ന്യൂ ഇയർ ആഘോഷത്തിനിടയിൽ യൂട്യൂബറിന്റെ ലാപ്ടോപ്പ് പോലീസ് ചവിട്ടിത്തെറിപ്പിച്ച സംഭവത്തിൽ 24 വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഭിരാമിന് ഉറപ്പ് നൽകി. വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. പുതിയ ലാപ്ടോപ്പ് പോലീസ് വാങ്ങിത്തരണമെന്നാണ് അഭിരാമിന്റെ ആവശ്യം. പുതുവത്സരാഘോഷങ്ങൾക്കിടെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെയായിരുന്നു യൂട്യൂബർ അഭിറാം സുന്ദറിന് പോലീസിൽ നിന്ന് ദുരനുഭവം. DJ ആർട്ടിസ്റ്റായ അഭിറാമിന്റെ ലാപ്ടോപ്പ് യാതൊരു പ്രകോപനവും കൂടാതെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ചവിട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ തനിക്ക് നീതി ലഭിക്കണമെന്ന് അഭിറാം 24നോട് പറഞ്ഞു. പെട്ടെന്ന് കയറി വന്നിട്ടാണ് ഇത് ചവിട്ടി പൊട്ടിക്കുന്നത്. സത്യസന്ധമല്ലാത്തതായിട്ടുള്ള ഈ കേസുകൾ പിൻവലിക്കുക. എനിക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതായത് കേരള പോലീസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ആരോടും പരാതികളോ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്നെ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും അതാണിപ്പോൾ ഞാൻ പറയുന്നത്. പത്തനംതിട്ടയിലെ സ്വകാര്യ ക്ലബ്ബ് സംഘടിപ്പിച്ച ന്യൂ ഇയർ ആഘോഷത്തിനിടെയായിരുന്നു സംഭവം. സംഘാടകരും കാണികളും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നാലെ പോലീസ് സ്റ്റേജിലെത്തി അഭിറാമിന്റെ ലാപ്ടോപ്പ് ചവിട്ടിയെറിയുകയുമായിരുന്നു. സംഭവം വിശദമായി അന്വേഷിച്ച ഉചിതമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. എന്താണ് നടന്നതെന്ന് പരിശോധിക്കുമെന്ന്
സംസ്ഥാന പോലീസ് മേധാവി. അതിന് എൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ എക്സ്പെക്ട് ഒന്നും അറിയിച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമുള്ള രീതിയിലുള്ള പ്രിലിമിനറി എൻക്വയറി എടുത്തിട്ട് മുൻപോട്ട് നടപടി സ്വീകരിക്കാൻ പോകുന്നത്. പോലീസ് എല്ലാ ഭാഗത്തിലും കൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും സംഘടന സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും നമ്മൾ അതിൽ എൻക്വയറി എടുത്തിട്ട് ആവശ്യം നടപടി സ്വീകരിക്കാൻ പോകുന്നത്. പരിശോധിച്ച നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഭിരാമിന് ഉറപ്പ് നൽകി. ഫോണിൽ വിളിച്ചാണ് ഉറപ്പ് നൽകിയത്. 24 പത്തനംതിട്ട. എറണാകുളം പടവൂരിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ കുടുംബം. പട്ടണം സ്വദേശി കാവ്യമോളുടെ മരണത്തിൽ പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെയാണ് പരാതി. എന്നാൽ ആരോപണം ആശുപത്രി അധികൃതർ തള്ളി. ഡോൺ ബോസ്കോ ആശുപത്രിയിൽ നിന്ന് 6 മണിക്കൂറോളം ലേറ്റായി. അതിൻ്റെ ബ്ലീഡിങ് അതിനെ വന്ന് ഞങ്ങൾക്ക് വന്ന് ഈ മരണമാണ്. അപ്പോൾ ഡോൺ ബോസ് ആശുപത്രിക്കെതിരെ ഒരു പരാതികൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഡിസംബർ 23-നാണ് രണ്ടാമത്തെ പ്രസവത്തിനായി കാവ്യമോളെ പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൊട്ടടുത്ത ദിവസം പ്രസവത്തിന് പിന്നാലെ അമിത രക്തസ്രാവമുണ്ടായി. പിന്നാലെ ഗർഭപാത്രം നീക്കം ചെയ്തു. വൈകിട്ട് 4 മണിയോടെ യുവതിക്ക് ഹൃദയാഘാതം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു. വെന്റിലേറ്റർ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 31-ന് കാവ്യയുടെ മരണം സ്ഥിരീകരിച്ചു. ആശുപത്രി അധികൃതർ കാവ്യയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറയാൻ മനഃപൂർവ്വം കാലതാമസം സൃഷ്ടിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി. കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല. അവരുടെ അനാസ്ഥ തന്നെയാണ്. ഞങ്ങൾ പലവട്ടം യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടും ഞങ്ങൾ സമ്മതപത്രം ഒപ്പിടേണ്ടി വന്നു. കാരണം വേറെ മാർഗ്ഗമില്ലെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം പലവട്ടം ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണോ അപ്പോൾ അവരെല്ലാം ഇവിടെ ഓക്കെയാണെന്നുള്ള വാക്കാണ് അവർ തന്നുകൊണ്ടിരുന്നത്. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന ഡോൺ ബോസ്കോ ആശുപത്രിയുടെ വിശദീകരണം. ഈ വെന്റിലേറ്ററിന്റെ ഒരു തുടർ ചികിത്സ ആവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇവിടുന്ന് പോകുന്നിടം വരേക്കും ഈ പറഞ്ഞ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമിത രക്തസ്രാവമാണ് മരണകാരണമായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. വടക്കേക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. 24 കൊച്ചി. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖയും വി കെ പ്രശാന്ത് MLAയും തമ്മിൽ നെയിം ബോർഡിന്റെ പേരിലും പോര്. വി കെ പ്രശാന്ത് MLAയുടെ നെയിം ബോർഡിനൊപ്പം ആർ ശ്രീലേഖ തന്റെ പേരിൽ നെയിം ബോർഡ് സ്ഥാപിച്ചു. ആളുകൾ വരുമ്പോൾ അറിയാനാണ് ബോർഡ് വെച്ചത് എന്ന് ആർ ശ്രീലേഖ 24നോട് പിന്നീട് പ്രതികരിച്ചു. ഓഫീസ് മുറി തർക്കത്തിന്റെ ചൂടാറും മുമ്പാണ് ശാസ്തമംഗലത്തെ വി കെ പ്രശാന്ത് MLAയുടെ നെയിം ബോർഡിന് മുകളിൽ ആർ ശ്രീലേഖ പുതിയ ബോർഡ് സ്ഥാപിച്ചത്. ആളുകൾ വരുമ്പോൾ അറിയാൻ സ്വന്തം പണം മുടക്കി ബോർഡ് വെച്ചെന്ന് ശ്രീലേഖ 24നോട്. നെയിം ബോർഡ് ഞാൻ വെച്ചു, ആളുകൾ വരുമ്പോൾ അറിയണ്ടേ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. എനിക്ക് വേണ്ട ഒരു നെയിം ബോർഡ്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു നെയിം ബോർഡ് അകത്തും വെച്ചു, പുറത്തും വെച്ചു. MLAക്ക് ഓഫീസിനായി 100 സ്ക്വയർ ഫീറ്റ് എടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ 3 ഇരട്ടി സ്ഥലം MLA കൈവശപ്പെടുത്തി. തനിക്കെതിരെ പരാതി നൽകിയത് കമ്മ്യൂണിസ്റ്റ് വക്കീലെന്നും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്നും ശ്രീലേഖ പരിഹസിച്ചു. അപ്പോൾ എനിക്കൊരു ഓഫീസ് ഉണ്ടായാലല്ലേ എനിക്കൊരു വാർഡ് കമ്മിറ്റി ഓഫീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൗൺസിലറിൻ്റെ ഓഫീസെന്നും പറഞ്ഞ് മുകളിൽ അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്ത ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ അതിക്രമമാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു വലിയ പേടിപ്പിക്കുന്ന പോലെ തോന്നിയത് കൊണ്ടാണ്. നെയിം ബോർഡ് സ്ഥാപിച്ചതിൽ തുടർ വിവാദത്തിന് ഇല്ലെന്നാണ് വി കെ പ്രശാന്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. സ്മാർട്ട് സിറ്റി ഇലക്ട്രിക് ബസ് വിവാദത്തിൽ കരാർ വ്യവസ്ഥകൾ KSRTC പാലിക്കണമെന്ന നിലപാടിൽ ഉറച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനാണ് തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കോർപ്പറേഷൻ. ത്രികക്ഷി കരാർ വ്യവസ്ഥ KSRTC പാലിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോർപ്പറേഷൻ. കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചു. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഇതേ ആവശ്യം ഉന്നയിച്ച് തദ്ദേശ മന്ത്രി MB രാജേഷിന് കത്ത് നൽകിയിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായിരുന്നില്ല. BJPയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സ്മാർട്ട് സിറ്റി ഇലക്ട്രിക് ബസ് വിവാദത്തിന് മേയർ VV രാജേഷ് തിരികൊളുത്തിയത്. മേയർ ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ 113 ബസ്സുകളും കോർപ്പറേഷന് മടക്കി നൽകാമെന്ന് മന്ത്രി KB ഗണേഷ് കുമാറും തിരിച്ചടിച്ചു. ഇതോടെ സർക്കാർ കോർപ്പറേഷൻ തർക്കം രൂക്ഷമായി. ബസ്സുകൾ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മേയർ വ്യക്തമാക്കിയെങ്കിലും വരുമാന വിഹിതം ലഭിച്ചേ തീരൂ എന്ന നിലപാടിലാണ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന റൂട്ടുകളിൽ സർവീസ് നടത്തണം. തിരക്കുള്ള സമയങ്ങളിൽ നഗരപരിധിക്കുള്ളിലും തിരക്ക് കുറവുള്ള സമയം നഗരത്തിന് പുറത്തേക്കും സർവീസ് നടത്താം. ടിക്കറ്റ് നിരക്ക് കോർപ്പറേഷൻ നിശ്ചയിക്കും. ടിക്കറ്റ് വരുമാനത്തിന്റെ 30% KSRTC കോർപ്പറേഷന് നൽകണം. കൃത്യമായ ഇടവേളകളിൽ മേയർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടണം എന്നിവയായിരുന്നു കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. 24 തിരുവനന്തപുരം.
ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ കടുത്ത വിമർശനവുമായി ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ബജ്രംഗ് ദളം VHPയും മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു. മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ ഭരണകർത്താക്കൾക്കാണ് ഉത്തരവാദിത്വമെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. RSSന്റെ പോഷക സംഘടനകളായിരിക്കുന്ന ബജ്രംഗ് ദളും അതുപോലെ VHPയും ഒക്കെ ഈ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ വാസ്തവം നമുക്കറിയാം. കന്യാസ്ത്രീകൾ കഴിഞ്ഞപ്പോൾ വൈദികരായി പള്ളിയുടെ പുറത്തുള്ളതായ ആഘോഷങ്ങൾ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ നശിപ്പിച്ച് അകത്ത് കയറാൻ അധികം താമസം ഇല്ല. ഇനി പള്ളിക്കകത്തുള്ള ആരാധനയിലായിരിക്കാം ഇനിയുമുള്ളതായ ആക്രമണം ഉണ്ടാകുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കുവാൻ ഏത് രാജ്യത്തായാലും അതിൻ്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ വിമർശനത്തിന് പിന്നാലെ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അനുനയ നീക്കം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേവലോകം അരമനയിലെത്തി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. ആ ദൃശ്യങ്ങൾ നോക്കാം. ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മകരവിളക്ക് ഉത്സവത്തിനായി തുറന്ന ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇന്നലെ 87,774 ഭക്തരാണ് ദർശനം നടത്തിയത്. മകരവിളക്കിനായി നട തുറന്ന് 3 ദിവസം കഴിയുമ്പോഴേക്കും 2.5 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ ഇതിനോടകം ദർശനം നടത്തി. സന്നിധാനത്ത് ഡ്യൂട്ടിക്കായി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ പുതിയ ടീം ചുമതല ഏറ്റെടുത്തു. 14-നാണ് മകരവിളക്ക്.